എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ഒരാളുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആൾ. യമഹയുടെ എഫ് വെർഷൻ 4 ആണ്. 2008 കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നല്ലൊരു പ്രകമ്പനുണ്ടാക്കിയൊരു മോഡലാണ് ഈ എഫ് വെർഷൻ 4 ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ്. നല്ലൊരു പണ്ടത്തെ നേക്കഡ് സീരീസാണ് ഇപ്പോൾ റോഡ്സ്റ്റർ സീരീസ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും നേക്കഡിലും റോഡ്സ്റ്ററിലൊക്കെ പെടുന്ന ഒരു മോഡൽ തന്നെയാണ് എഫ് വെർഷൻ 4 വരുന്നത്. നമ്മുടെ ഉള്ള കളർ എന്ന് പറഞ്ഞാൽ ഒലിവ് ഗ്രീൻ, ഫ്ലൂറസെൻ്റ് ഗ്രീൻ വീലൊക്കെ വരുന്ന കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു സ്പെഷ്യൽ എഡിഷനും കൂടിയാണ് ഈ കളർ വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽഡ് കിടക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ വണ്ടി വരുന്നത് 149 CC ആണ്. ആദ്യകാലങ്ങളിൽ 153 CC ആണ് വന്നത്. തുടർന്ന് വെർഷൻ 2 തുടങ്ങി അത് 149 ആക്കി. അപ്പോൾ 153 CC വരുമ്പോൾ കുറച്ചൊക്കെ പ്രശ്നമുണ്ടായിരുന്ന ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നമ്മൾ കണ്ണിലൊടുക്കുന്നത് LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അലൈൻ ചെയ്തിട്ടുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമ്മുടെ കണ്ണിൽ പെടുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് DRLും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ വശങ്ങളിൽ വരുന്നതാണ് കേട്ടോ DRLും കാര്യങ്ങളൊക്കെ. തൊട്ട് സെൻട്രലായിട്ട് വരുന്നത് LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ഇതെല്ലാം ഈ ഒരൊറ്റ യൂണിറ്റിൽ കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ മറ്റേ പ്രൊജക്ടർ ലാംപ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ ഈ ഒരു ഷോക്ക് അബ്സോർബർ പണ്ടും ഇതായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. വണ്ണം കൂടിയ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർബറാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. മാത്രമല്ല ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ ചാനൽ ABS ഉള്ള ഒരു മോഡലാണ് ഈ ഒരു വാഹനം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. ഡബിൾ കാലിപ്പറാണ് വരുന്നത്. 282 mm ആണ് ഡിസ്കിൻ്റെ ഡയ വരുന്നത്. മാത്രമല്ല ബൈബറിൻ്റെയാണ് ഡിസ്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായാണ്. ബാക്കി ഈ കാണുന്നതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും എയർ വെൻ്റ് ഒന്നല്ല, ഇത് മറ്റൊരു ഡിസൈൻ ഫാക്ടറും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കത്തിച്ചിട്ടുണ്ട് DRL, നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെഡ് യൂണിറ്റിൻ്റെ വെളിച്ചം ഇതാണ്. അപ്പോൾ ഇത്രയും നട്ടുച്ചയ്ക്ക് ഇത്രയും വെളിച്ചമുണ്ട്. രാത്രി ഒരുവിധം നല്ല വെളിച്ചം തന്നെ. ഇത് പരന്ന വെളിച്ചമാണ് കുറച്ചുകൂടി നൽകുക. ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈറ്റ് അല്ല, പരന്ന ലൈറ്റാണ്. ബ്രൈറ്റിൽ മാത്രം കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് വരുന്നുള്ളൂ. മാത്രമല്ല ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് LED ആണ്. 2 ഇൻഡിക്കേറ്റേഴ്സും ബാക്കിലും അതെ LED തന്നെയാണ്. സ്റ്റോപ്പ് ലാമ്പും LED ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അലൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എഫ് വെർഷൻ 4. മറ്റുള്ള എഫ് പോലെ തന്നെയാണ്. ഒരുവിധം സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക്, അതായത് ഒരു മസ്കുലർ ഒരു ലുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരാം. 149 CC ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. അതായത് 150 CC ഇലക്ട്രിക് സ്റ്റാർട്ടാണ് വരുന്നത്. മറ്റേ ഇതൊന്നുമില്ല, സോഫ്റ്റ് സ്റ്റാർട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓട്ടോ സെൻസറാണ്. അപ്പോൾ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ കത്താതെ പോകുന്നുണ്ടോ, അത് ഇനി രണ്ടാമത് കാറ്റൽ കൺവെർട്ടറിൽ കൺവേർട്ട് ചെയ്തിട്ട് പൊല്യൂഷൻ ഇല്ലാതെ BS6 വണ്ടികളാണ് ഇതൊക്കെ. പൊല്യൂഷനൊക്കെ കുറച്ച് കുറയും. മാത്രമല്ല 12.2 bhp ആണ് വരുന്നത്. നമുക്ക് 13.3 Nm ടോർക്കും വരുന്നുണ്ട്. അത് 5500 RPM ആണ് കേട്ടോ. 12.2 വരുന്നത് 7250 RPM-ലാണ്. അപ്പോൾ ഇതിൻ്റെ ബോർ ആൻഡ് സ്ട്രോക്ക് വരുന്നത് 57.3 57.9 ആണ് കേട്ടോ. 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മോണോ ഷോക്ക് അബ്സോർബറാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ബാക്കിൽ വരുന്നത് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മോണോ ഷോക്കാണ്. മാത്രമല്ല അതിന് നമുക്ക് കവറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ എഞ്ചിൻ്റെ കൂടുതലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നോക്കിയാൽ കാണാം. നമുക്ക് ഇവിടെ 220 mm ഡിസ്ക് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ LED ഹെഡ് ലാമ്പ് യൂണിറ്റും LED ഇൻഡിക്കേറ്റേഴ്സും LED സ്റ്റോപ്പ് ലാമ്പും ബാക്കിൽ കൊടുത്തിരിക്കുന്നു. മൊത്തം LED ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. നമുക്ക് ആക്സിലേറ്റർ കേബിൾ വരുന്നത് സിംഗിളാണ് വരുന്നത് കേട്ടോ. പണ്ടൊക്കെ ഡുവലാണ് വന്നിരുന്നത്, ഇപ്പോൾ സിംഗിളാണ് വരുന്നത്. മാത്രമല്ല ക്ലച്ചൊക്കെ നോർമൽ നമ്മുടെ FC കാണുന്ന പോലെ തന്നെയുള്ള ക്ലച്ച് കേബിളും കാര്യങ്ങളാണ്. അതിൻ്റെ ഡിസൈനിലും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഈ കാണുന്ന ഫ്യൂൽ ടാങ്ക് ഈ ഒരു ഫൈബർ പാർട്ടിൻ്റെ ഉള്ളിലാണ് മെറ്റൽ ഫ്യൂൽ ടാങ്ക് വരുന്നത്. 13 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഒരു ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ദൂരം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ സാധിക്കും.
കാരണം 60 km/ലിറ്റർ ആണ് കമ്പനി ഇതിന് പറയുന്ന മൈലേജ്. എന്നിരുന്നാൽ പോലും ഹൈവേസിൽ നമുക്കൊരു 50-ൽ പുറത്ത് 55ഓളം മൈലേജ് നമുക്ക് എന്തായാലും ഇതിൽ പ്രതീക്ഷിക്കാം. കാരണം റിഫൈനഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, BS6 ആണ്. E20 ഫ്യൂൽ വരെ ഇതിൻ്റെ അകത്ത് ഓടിക്കോളും. അതിൻ്റെ അകത്തും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. E20 ആണ് ഫ്യൂല് ഓടാവുന്നത്. ഇപ്പോൾ E20 ആയിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ. ചില സ്ഥലങ്ങളിൽ മാത്രം E20 ആയിട്ടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വന്നോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻജിൻ വശത്തോട്ട് തന്നെ നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഒരു റിഫൈനഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഏകദേശം പക്കയാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ കാല് വെക്കുന്ന ഫുഡ് പെഡലിൻ്റെ ഭാഗമൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ബാക്കിൽ പറഞ്ഞ 220 mm ഡിസ്ക് വരുന്നത്. ഇപ്പോൾ ബാക്കിലാണ് വരുന്നത്. ഇത് വരുന്നത് ABS തന്നെ കേട്ടോ. ഡുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും ബാക്കിലും ABS തന്നെയാണ്. മാത്രമല്ല സൈലൻസറെല്ലാം നല്ല ഭംഗിയിൽ തന്നെ പണ്ടത്തെ എഫ്സിയുടെ സൈലൻസർ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ടയർ ഹഗും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ എന്തില്ല റൈഡായാലും എത്ര ചെളിയിലൂടെ ഓടിച്ചാലും ഒരുവിധം ചെളിയൊന്നും അടിച്ച് പുറകിൽ വരുന്നവരെ മുഖത്തേക്ക് തെറിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഈ ഹഗ് കൂടാതെ നമ്മുടെ മോണോഷോക്കിൻ്റെ ഭാഗത്തും ഒരു ചെറിയൊരു ഹഗ് പോലെ വരുന്നുണ്ട് കേട്ടോ. അതിൽ ചെളി തെറിക്കുന്ന അവസരങ്ങൾ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. മാത്രമല്ല വണ്ടിയുടെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു വാഹനം തന്നെയാണ് കേട്ടോ FC വേർഷൻ 4. അപ്പോൾ നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെലിസ്കോപ്പിൻ്റെ ഇത്രയും ട്രാവലിംഗ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ചാർജ് ചെയ്ത ഉടനെ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക് പിടിക്കേണ്ട അവസരം വരികയാണ്. അപ്പോൾ ബ്രേക്ക് നമ്മൾ ചാർജ് ചെയ്ത ഉടനെ, അത് സഡനായിട്ടല്ല, അപ്പോൾ ഗ്രാജ്വലി അല്ല, എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്നറിയില്ല, ഡിസ്ക് പിടിച്ചാൽ പോലും ട്രാവലിംഗ് ഉള്ളൊരു ഭാഗമാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് റബ്ബർ പാഡാണ് ഫുഡ് പെഡലിന് വരുന്നത് കേട്ടോ. ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ പെഡൽ വരുന്നത് ഇത് ഗ്രിപ്പുള്ളതായിട്ടാണ്. ഇത് കോ പാസഞ്ചർക്കുള്ളതാണ്. ഇതിലും ഗ്രിപ്പുള്ള ഒരു ഫുഡ് പെഡലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഏത് മോഡൽ ഷൂവോ ചെരുപ്പോ എന്തിട്ടാലും ഇത് സ്കിഡ് ആവുന്ന പരിപാടിയൊന്നുമില്ല. ബാക്കിൽ കൊടുത്തിരിക്കുന്നതും LED ഇൻഡിക്കേറ്റേഴ്സാണ്, നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല സ്റ്റോപ്പ് LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റുമൊക്കെയുള്ള ഒരു ലൈറ്റും കമ്പനി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് അലൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ ആ ഒരു നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരുന്നു, പിന്നിലെ ഒരു ഡിസൈൻ പോരാന്നുള്ള രീതിയിൽ. കാരണം ബൾബ് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിലെ അലോയിലോട്ട് വരികയാണെങ്കിൽ ബാക്കിലെ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിരിക്കാം, മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിലെ പെഡലും കണ്ടില്ലേ, നല്ല ഗ്രിപ്പുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് റബ്ബർ പാഡിങ് ആണ് കേട്ടോ വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല ചേസിസൊക്കെ കുറച്ചും കൂടി കമ്പനി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അത് ശരിക്കും ബിൽഡ് ക്വാളിറ്റി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, വെറുതെ ഏതെങ്കിലും ഒന്നും പറയല്ല. മാത്രമല്ല ചെയിൻസ് പോക്കറ്റ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, പണ്ടത്തെ ചെയിൻസ് പോക്കറ്റിൻ്റെ വലിപ്പമല്ല, ഇപ്പോൾ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെയിൻസ് പോക്കറ്റ് ചെറുതാക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ചും കൂടി ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ കേപ്പബിലിറ്റി ഒന്നും കൂടി ഒന്ന് വർദ്ധിപ്പിക്കും. നമുക്കിവിടെ ഒരു ഗാർഡ് കാണാം, സേഫ്റ്റി ഗാർഡ് കാണാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനെ സാരി ഗാർഡ് എന്ന് പറയാം. സാരി ഗാർഡല്ല, സേഫ്റ്റി ഗാർഡാണ്. ഇവിടെ നല്ല ക്വാളിറ്റിയാണ്, ഇവിടെ അലുമിനിയം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇച്ചിരി റഫായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാരണം ഗ്ലോസി ഫിനിഷിലാണ് ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാർട്ട് കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെങ്കല് തെറിച്ചത്തിരി ബുദ്ധിമുട്ടാണ്. ടൈമിംഗ് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണിച്ചത്. ക്ലച്ചിൻ്റെ ഭാഗമാണ് ഇത്, സ്റ്റാർട്ടർ മോട്ടറാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് വരാം. അപ്പോൾ കുറച്ച് ഗ്ലോസി ഫിനിഷ് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെങ്കലിൽ പൊടി തെറിക്കണോടത്താണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാം. എത്ര തേച്ച് കഴിയാലും ഈ സാധനം വെളുക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അത് മാത്രമല്ല ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർബറിന് ഒരു ബോട്ട് ഇടുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഡസ്റ്റ് കയറി ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കീ തിരിച്ച് നമ്മളിത് ഓൺ ആക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് LCD ഡിസ്പ്ലേയാണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, പിന്നെ ഫ്യൂവൽ കൺസംഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം ആവറേജ് സ്പീഡ് കാര്യങ്ങൾ, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിൽ കൊടുത്തിട്ടില്ല, അത് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഫ്യൂവൽ ഗേജും ക്ലോക്കും കൂടി ഇതിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാലിപ്പറൊക്കെ നമ്മുടെ സാധാരണ കമ്പനിയൊക്കെ വരുന്ന പോലെ തന്നെ ഒട്ടുമിക്ക കമ്പനികളും ബേബറിന് വരുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. കമ്പനീനെ എന്താ പറയുക, കമ്പനിയുടെ പ്രത്യേകതയായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. യമഹയ്ക്ക് മാത്രമല്ല ബജാജിന് വരുന്ന ഇങ്ങനെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, ഇൻഡിക്കേറ്റർ, ഹോണ് ആയിട്ട് വരുന്നുണ്ട്. ഒരുവിധം നല്ല വിസിബിളായിട്ടുള്ള മിറർ തന്നെയാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം,
ഒരുവിധം ഏരിയ ബാക്കിൽ കവർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ്. നമുക്കിതിൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ABS-ലോട്ട് പോകുന്ന കണക്ഷൻ കാണാം. അപ്പോൾ ഇത് നേരെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ബൈപ്പാസ് ചെയ്തിട്ട് ABS-ലോട്ട് പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൽ നിന്നും ഈ ഒരു ABS മൊഡ്യൂൾ നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ ഒരു കാണുന്ന ABS മൊഡ്യൂളിലോട്ട് കണക്ഷൻ വരും. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള ECUവിൻ്റെ സിഗ്നലാണ് തീരുമാനിക്കുക എത്രമാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അത് നമ്മൾ കൊടുക്കുന്ന ചാർജ് അല്ലെങ്കിൽ പ്രഷർ പോലെ ഇരിക്കും. എങ്ങനെ പ്രഷർ കൊടുത്താലും ABS ഉള്ളതിൻ്റെ പേരിൽ കയറി ലോക്കാവുന്ന പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ABS-ൻ്റെ മൊഡ്യൂൾ വരുന്നത്. താഴെ നിങ്ങൾക്ക് ഹോൺ കാര്യങ്ങൾ കാണാം. പിന്നീട് ഡിസൈൻ ഫാക്ടർ ആയിട്ടുള്ള സൈഡിൽ വിങ്സിൻ്റെ ആ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്ന എയർ കൂളിങ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കുന്ന പരുവത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ എയർ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് നേരെ സിലിണ്ടറിലേക്ക് കൊടുക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ കാണാം എയർ ശരിക്കും കട്ട് ചെയ്ത് പോകും. ഇത് നമുക്ക് കാലുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പോൾ 3/4 ബർമുടൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. സീറ്റ് തുറന്നാൽ നമുക്കൊരു OBD2ൻ്റെ ഡിവൈസ് നമുക്കിവിടെ കാണാം. എയർ ഫിൽറ്ററാണ് നിങ്ങൾ നേരെ കാണുന്നത്. ഇത് കൂടാതെ ECU കാണാം. മാത്രമല്ല ഇതും കൂടി കാണാം കേട്ടോ, CD യൂണിറ്റ് കാണാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് OBD2 ആണ് ഇതിന് വരുന്നത് കേട്ടോ. നമ്മുടെ നേരത്തെ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു. OBD2 പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ടേൺ ബൈ നാവിഗേഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ബ്ലൂടൂത്തിൽ വരുന്നത് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അലേർട്ട്, SMS ആൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഇതൊക്കെയാണ് വരുന്നത്. മാത്രമല്ല ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ മെയ്ഡ് ഇൻ ഇന്തോനേഷ്യയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ കിട്ടും. പിന്നെ ആവറേജ് മൈലേജ് നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. ആക്യുറേറ്റ് ആയിരിക്കും ഇതിൽ അറിയുന്ന മൈലേജ് കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുള്ളൂ. 2-3 കിലോമീറ്റർ ഒന്നും വ്യത്യാസം വരില്ല. അപ്പോൾ ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് സീറ്റ് തുറക്കുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഇവിടെയും കാര്യങ്ങൾ ഒതുക്കി വെക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വണ്ടി എടുക്കുന്നവരാണെങ്കിൽ വണ്ടി തുറക്കുന്ന തുണി ഇതിൻ്റെ അടിയിൽ സൂക്ഷിക്കാതിരിക്കുക. ഫ്യൂൽ ടാങ്ക് തുറക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യം സമയത്ത് നമ്മൾ WD-40 കുറച്ച് ഓയിലോ കാര്യങ്ങളൊക്കെ ഇറ്റിക്കുകയാണെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് ആവാതിരിക്കും. ഇല്ലെങ്കിൽ പെട്രോളിൻ്റെ ഫ്യൂംസ് അടിച്ച് ഇത് കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരിക്കലും വെള്ളം കയറിയിട്ടല്ല ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് ഓപ്പൺ ആവാതിരിക്കുന്നത്, അത് പെട്രോളിൻ്റെ ഫ്യൂംസ് അടിച്ച് കയറിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ടാങ്കിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ടാങ്കിൻ്റെ ഉൾവശം വരുന്നത്. ഇതിൻ്റെ തൊട്ട് മേലെയായിട്ടുണ്ടോ ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഇതൊന്നും ഫ്യൂൽ ടാങ്കിൻ്റെ ഭാഗമൊന്നുമല്ല. ഫ്യൂൽ ടാങ്ക് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഫ്യൂൽ ടാങ്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒരുവിധം ഡീറ്റെയിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഓടിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 149cc എയർ കൂൾഡ് 4-stroke എഞ്ചിനാണ് വരുന്നത്. SOHC 2 വാൽവ് ഉള്ളതാണ്. അതായത് സിംഗിൾ ഓവർ ഹെഡ് കാം ഷാഫ്റ്റ്. ഇലക്ട്രിക് സ്റ്റാർട്ടറാണ്. 12.2 bhp. അതിൽ 7250 RPM ആണ്. 13.3 bhp വരുന്നത് 5500 RPM-ലാണ്. ബോറാൻ സ്ട്രോക്ക് വരുന്ന 57.3 mm ആണ്. 57.9 ബോറാൻ സ്ട്രോക്ക് വരുന്നുണ്ട്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്ററാണ്. വെയിറ്റ് വരുന്നത് 136 കിലോ ആണ്. മൈലേജ് വരുന്ന 60 km/ലിറ്ററാണ് കമ്പനി പറയുന്നത്. എന്നിരുന്നാൽ പോലും 50 മേലെ നമുക്ക് ഹൈവേസിൽ എന്തായാലും 55 കിട്ടും. സീറ്റ് ഹൈറ്റ് 790 mm ആണ്. OBD2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. E20 പെട്രോൾ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് പൊക്കോളും. ടോപ്പ് സ്പീഡ് വരുന്നത് 108 km/h ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. 282 mm ഫ്രണ്ട് ഡിസ്ക് വിത്ത് ABS ആണ്. 220 mm റിയർ ഡിസ്ക് വിത്ത് ABS ആണ്. ഫ്രണ്ടിൽ 2 പിസ്റ്റൺ കാലിപ്പറും ബാക്കിൽ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്. മീറ്ററിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, 2 ട്രിപ്പ് മീറ്റർ, പിന്നെ ഫ്യൂൽ കൺസംഷൻ്റെ ഡീറ്റെയിൽസ്, ആവറേജ് സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല. മാത്രമല്ല ഫ്യൂൽ ഗേജും ക്ലോക്കും കൂടി ഇതിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല ബ്ലൂടൂത്ത് വഴി യമഹ കണക്റ്റ് വഴി നമ്മളിത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ കോൾ അലേർട്ട്, SMS നോട്ടിഫിക്കേഷൻ വരും. SMS-ൻ്റെ വരും, ഇമെയിലിൻ്റെ വരും. നോട്ടിഫിക്കേഷൻസ് വരും. ടേൺ ബൈ നാവിഗേഷൻ ഇല്ല. LCD നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ ഈ എഫ്സിനെ പറ്റി ഇതിൽ പറയാൻ സാധിച്ചു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വണ്ടികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി തന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരുള്ള പേസ് മോട്ടോഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. വിവരങ്ങളൊക്കെ അവരുമായിട്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഓതറൈസ്ഡ് ഷോറൂമിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓതറൈസ്ഡ് ഷോറൂമിന് മാത്രമേ അതിൻ്റേതായ
ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. വണ്ടിയുടെ വാറൻറ്റി വരുന്നത് 2 വർഷം സ്റ്റാൻഡേർഡ് വാറൻറ്റി, 5 വർഷം എക്സ്റ്റൻഡ് വാറൻറ്റി. സ്റ്റാൻഡേർഡ് വാറൻറ്റി 30,000 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ എക്സ്റ്റൻഡ് വാറൻറ്റി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.